ഹലോ, എന്നും ഒരേ സാദാ ചോറ് കഴിച്ച് മടുത്തെങ്കിൽ ഇനി ഈ ചോറൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന കുത്തരിയോ അല്ലെങ്കിൽ വെള്ളരിയോ എടുക്കാവുന്നതാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും, അതുകൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് കഴുകി ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്തെടുക്കണം. അതൊന്ന് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ, ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്, ഫ്രഷ് തേങ്ങ എടുത്താലും മതി. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം അല്ലെങ്കിൽ വലിയ ജീരകം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ ചോറിലേക്ക് ഞാൻ 3 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അതിൽ നിന്ന് 1 കപ്പ് ചേർത്താണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഒരു കടായി വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് 1 പട്ട, 5-6 കുരുമുളക്, 2 ഏലയ്ക്ക, 3 ഗ്രാമ്പു, 1 ചെറിയ ബേ ലീഫ്, 1 ചെറിയ പീസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും, 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാലൻസ് ഉള്ള 2 കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന അരിയും ചേർത്ത് നമുക്കിത് അടച്ചു വെച്ച് 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് അടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഓൾമോസ്റ്റ് ഒരു 10-13 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ചോറ് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു 13-14 മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ച് തണുത്തൂടെ കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഇപ്പോൾ കണ്ടോ, ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നും ഒരേ ചോറ് കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.